സോ എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഒരു വൺ ഓഫ് മൈ സൗണ്ട്. നോട്ട് നൗ, ലൈക്ക് ആയിരുന്നു. കാരണം ഇപ്പോൾ ഞാനൊക്കെ 10 പഠിക്കുന്ന സമയത്ത് അല്ലെ എന്താ പറയുക, ഈ താടി മുടിയൊന്നുമില്ല, ലൈക്ക് ഇത്തിരി എന്താ പൊക്കം കുറഞ്ഞ് ലൈക്ക് സൈസൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ലൈക്ക് എൻ്റെ സൗണ്ട് മറ്റേ ഇത് റോളക്സ് മറ്റേ ആ സാധനം ഉണ്ടല്ലോ, ഇപ്പോഴും അതേപോലത്തെ സാധനം. ഞാൻ ചില നേരം പറയുമ്പോൾ ഞാൻ തന്നെ മേടിച്ചു. അപ്പോൾ അങ്ങനത്തെ സാധനം ലൈക്ക് ഈവൻ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സാധനമുണ്ട്, ഒരു സാറുണ്ട് നമ്മളെ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പുള്ളിയെ കാണാൻ പറ്റും ഇങ്ങനെ ജയിൻറ്റ് ഭയങ്കര സൈസൊക്കെ ഉള്ള ഒരാളാണ്. പുള്ളി മേടിച്ചു പോയി എൻ്റെ സൗണ്ട് കേട്ടിട്ട്. ആടാ ഇത് നോക്കണം, അതായത് ആനയും ഉറുമ്പും, ഞാൻ അങ്ങനെ കുറ്റം പറയുന്നില്ല, അല്ല കമ്പയർ ചെയ്യുന്ന അങ്ങനെയല്ല. ആനയും ഉറുമ്പിൻ്റെ സൗണ്ട് ഇട്ടിട്ട് ആന പേടിച്ചോളാം, അമ്മാതിരി ഇതായിരുന്നു. ലൈക്ക് അങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ വോയിസ് മാത്രം കേട്ടിട്ട് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലൈക്ക് ഇത് എന്നുള്ള രീതിയിൽ. ലൈക്ക് ഐ ഡോണ്ട് നോ വാട്ട്, ബട്ട് യാ ഇറ്റ്സ് ഡിപ്പെൻഡ്. അപ്പോൾ എനിക്ക് എന്താ പാട്ട് പാടാൻ പറ്റുമോ ഇല്ലയോ ലൈക്ക് എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ, ലൈക്ക് ഇൻസെക്യൂരിറ്റീസ്. സോ ഇപ്പോൾ എനിക്ക് പാട്ടുകാരൻ ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ഇതുണ്ട്. എനിക്ക് പാട്ടുകാരൻ ആവണമെന്നില്ല കേട്ടോ, അത് പറയാം. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് എനിക്ക് സൗണ്ടൊക്കെ വെച്ചിട്ട് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു, ബട്ട് എൻ്റെ കോൺഫിഡൻസ് അനിരുദ്ധുണ്ട്, മറ്റേ പുള്ളിയുണ്ട് റോളക്സ്, ആ പറഞ്ഞ അർജുൻ ദാസ്, അങ്ങനത്തെയൊക്കെ കുറച്ച് ആൾക്കാർ. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഈ വോയിസ് ഇങ്ങനെ, ബട്ട് അങ്ങനെയല്ല. ലൈക്ക് മൈ വോയിസ് ഈസ് വെരി ഡീപ്പ്. ബട്ട് കണ്ട ലൈക്ക് എൻ്റെ ബോഡിയും അതുമായിട്ടൊരു സാധനമില്ല, അതങ്ങനെയാണ്. സോ നമ്മുടെ ടാലൻ്റ് എന്താണോ, നമുക്ക് എന്താണോ ആഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ പിന്നെ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റും ഉണ്ടല്ലോ. സോ ദാറ്റ്സ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതിൽ വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ കുറേ ബെനിഫിറ്റ് ഉണ്ട്. അത് ബാക്കിയുള്ളവർക്ക് കൊണ്ട് കിട്ടുക, ബാക്കിയുള്ളവർ നോളജ്ഫുൾ ആയിരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.